പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടർച്ചയായ മൂന്നാം ദിവസവും അതിരൂക്ഷമായിരിക്കുകയാണ്. പരസ്പരം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇസ്രയേൽ ഇറാനിയൻ സൈനിക ഉന്നതരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഒരു ദയയും കാണിക്കാതെ ഇസ്രയേലിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുകയാണ്. ഗാസയിൽ 1,00,000-ലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ചാവേർ സൈനിക നടപടികളെ നേരിടാൻ വൻ പദ്ധതികളാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ യുദ്ധയന്ത്രം തന്നെ അടച്ചു പൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജൂൺ 15-ന് റഷ്യ ടുഡേയോട് വ്യക്തമാക്കി. ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രയേലിനെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്കൻ പിന്തുണയോടെ മുൻപ് ഇറാഖ് ആക്രമിച്ചപ്പോൾ ദീർഘകാലം യുദ്ധം ചെയ്ത് തിരിച്ചടിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വെല്ലുവിളിയും അതിജീവിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഇറാന്റെ പ്രതിരോധ ശേഷിയുടെയും പോരാട്ട വീര്യത്തിന്റെയും സൂചനയാണ്. ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനപ്പുറം ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി പരസ്യമായി തന്നെ ഇതിനായുള്ള ആഹ്വാനം നടത്തുകയും ചെയ്തു. എന്നാൽ ഈ നീക്കം ഇസ്രയേലിന് പിഴച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതി കുറച്ച് വൈകിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ ഇറാൻ ആണവശക്തി ആകുന്നത് തടയാൻ ഇസ്രയേലിന് കഴിയില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങൾ ദൂരവ്യാപകമായ തിരിച്ചടികൾക്ക് വഴിവെച്ചേക്കാം. പുതിയ സാഹചര്യങ്ങളിൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവശക്തിയാകാനുള്ള സാധ്യത വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഏറെക്കാലമായി ആലോചനയിലുണ്ടായിരുന്ന ഈ കാര്യത്തിനാണ് പുതിയ സാഹചര്യത്തിൽ വേഗത കൈവന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് റഷ്യയാണ്. ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വന്നാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ കവചമായാണ് മാറുക. പിന്നെ അമേരിക്കയ്ക്ക് പോലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുകയില്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും റഷ്യയുടെ മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറിയും കലാപവും പ്രതീക്ഷിച്ച ഇസ്രയേലിന്റെ സകല പ്രതീക്ഷകളും തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലിനോട് പ്രതികാരം ചെയ്തു തുടങ്ങിയ ഭരണകൂടത്തിന് വലിയ പിന്തുണയും പ്രതിഷേധക്കാർ വാഗ്ദാനം ചെയ്തു. ഇറാൻ ഭരണകൂടത്തിനെതിരായ വികാരങ്ങളെ മുതലെടുക്കാമെന്ന ഇസ്രയേലിന്റെ സ്വപ്നം കേവലം സ്വപ്നം മാത്രമായി തുടരുമെന്ന് ഇതോടെ വ്യക്തമായി. ഇറാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ജനകീയ പിന്തുണ കൂടുതൽ കരുത്താണ് പകരുന്നത്. ഇതവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര ഭിന്നതകളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇറാൻ സൈന്യം ഇസ്രയേലിന്റെ നിർണായക സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലി സർക്കാർ നേതാക്കളുടെ രഹസ്യ വസതികൾ, ഊർജ സൗകര്യങ്ങൾ, സൈനിക വിമാനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാക്ടറികൾ, നിർണായകമായ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയെല്ലാം ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ജൂൺ 15-ന് ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ഇന്ധന ഉൽപാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടും ഇറാന്റെ മിസൈലുകൾ ആക്രമണം നടത്തിയതായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു പൂർണ്ണമായ യുദ്ധം തടയുന്നതിനായി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ലോക നേതാക്കളും ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയ സ്ഥിതിയെയും സാരമായി ബാധിക്കുമെന്നതിനാലാണ് പല രാജ്യങ്ങളും സമാധാനത്തിന് വേണ്ടി രംഗത്ത് വരുന്നത്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് റോയിട്ടേഴ്സിനോട് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്നാണ്
പുടിൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ജൂതനായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് റഷ്യക്കുള്ളതിനാൽ പക വീട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായ സംശയവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് സംഘർഷത്തിന് പുതിയ മാനം നൽകുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. എണ്ണവില, വ്യാപാര ബന്ധങ്ങൾ, സഖ്യങ്ങൾ എന്നിവയിലെല്ലാം ഇത് മാറ്റങ്ങൾ വരുത്താം. ഈ സാഹചര്യം എത്രത്തോളം വഷളാകുമെന്നും ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.